കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങൾ എന്നുള്ളതായ പാഠമാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന 7ാമത്തെ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ ബിനോയ് ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. പാസ്റ്റർ സിൽസ്മോൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പാസ്റ്റർ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അനേക പ്രമേയങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രമേയങ്ങളിലെല്ലാം തന്നെ പ്രകടമായി കാണുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ശമര്യക്കാരി സ്ത്രീയുടെ കാഴ്ചപ്പാട്, യഹൂദന്മാരുടെ കാഴ്ചപ്പാട്, നേതാക്കന്മാരുടെ കാഴ്ചപ്പാട്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് 7ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് യോഹന്നാൻ ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവരെക്കുറിച്ച് പറയുകയും അവർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്, പറയുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം പ്രധാനമായിട്ടും പഠിക്കുവാൻ തക്കോണം പോകുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യമാണ്. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പാസ്റ്റർ കർത്താവ് യേശു ക്രിസ്തു അബ്രഹാമിന് മുൻപേ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യോഹന്നാൻ അബ്രഹാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ സന്തോഷിച്ചിരുന്നു എന്ന് എഴുതുവാനുള്ളതായ കാരണം? യേശുവിനെ കുറിച്ച് അനേകർ സാക്ഷീകരിക്കുന്നുണ്ട്. ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ അനേകരുടെ സാക്ഷീകരണം അവർക്ക് ഒരടയാളമായി തന്നെ കാണുന്നുണ്ട്. അതുപോലെ വിശ്വാസവീരന്മാരായ പിതാക്കന്മാരുടെ സാക്ഷീകരണം യഹൂദന്മാരെ ക്രിസ്തു മിശിഹയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തു തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു അബ്രഹാമിന് മുന്നേ ഞാനുണ്ട്, എൻ്റെ ദിവസം അബ്രഹാം കണ്ട് സന്തോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയും യേശു പറയുന്ന സമയത്ത് അവർ വളരെ പുച്ഛത്തോടു കൂടിയാണ് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടാണ് യേശുവിനോട് പ്രതികരിക്കുന്നത്. നീ 58 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അബ്രഹാമിന് മുൻപേ നീ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ദിവസം, നിൻ്റെ ദിവസം, അതായത് യേശുവിൻ്റെ ദിവസം കണ്ട് അബ്രഹാം എങ്ങനെ സന്തോഷിക്കുന്നു? ഇതിനെക്കുറിച്ചൊക്കെയും അവർ കളിയാക്കിക്കൊണ്ട് പറയുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോഴും ക്രിസ്തു അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ലോകസ്ഥാപനത്തിന് മുന്നേ അറക്കപ്പെട്ട കുഞ്ഞാടായി നിയമിക്കപ്പെട്ടവനാണ്, അഥവാ ഞാൻ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്, ഞാൻ പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് സമനായവൻ ഒന്നായിരിക്കുന്നു എന്ന് യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആ സമയത്തും വളരെ ധാർഷ്ട്യത്തോടെ കഠിന ഹൃദയത്തോടു കൂടി തന്നെയാണ് ഈ അബ്രഹാമിന് മുൻപേ ഉള്ളവൻ എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴും ക്രിസ്തുവിനോട് പ്രതികരിക്കുന്നത് യഹൂദന്മാർ കൊല്ലുവാനാണ് യഹൂദന്മാർ തുനിയുന്നതായിട്ട് ആ ഭാഗത്തിൽ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള വിധേന. പാസ്റ്റർ ബിനോയ്, അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവ് എന്നാണ് വേദപുസ്തകം തന്നെ പറയുന്നത്. നമുക്കറിയാം അബ്രഹാമിൻ്റെ പ്രവൃത്തിയും അബ്രഹാമിൻ്റെ വിശ്വാസവും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു വരുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ യേശു ക്രിസ്തു വരും, തൻ്റെ രക്ഷിതാവ് വരും എന്നുള്ളതായ ഒരു വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്ന് ഇവിടെ യേശു ക്രിസ്തു തന്നെ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേര് ലഭിക്കാൻ കാരണം? അബ്രഹാമിന് ദൈവത്തിൽ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതനായിട്ടും സൈന്യത്തിൻ്റെ അധിപതിയായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു. അബ്രഹാമിൻ്റെ വീട്ടിൽ സൊദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി 3 ദൂതന്മാർ ചെല്ലുമ്പോൾ 2 പേർ തിരിഞ്ഞ് സൊദോമിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു എന്നാണ്. ഉൽപ്പത്തി 18:22. ആ നിന്നത് എൻ്റെ മുമ്പിലായിരുന്നു എന്ന് യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് യേശു പറയുന്നത് അബ്രഹാമിൻ്റെ ദിവസം കണ്ടെന്ന്. അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവെന്ന് പേര് വരാനുള്ള പ്രധാന കാരണം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അക്ഷരം പ്രതി ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് പോകുമ്പോൾ യാഗമൃഗമായി യേശുക്രിസ്തു അദ്ദേഹത്തിന് പകരം തീർന്നു.
കാരണം മകനെ കൊമ്പുകൾക്ക് മുൾക്കാട്ടിൽ പിടയുന്ന കോലാട്ടുകൊറ്റനെ കണ്ട് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ മേൽ കൈവെക്കരുതെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആ കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആട്ടുകൊറ്റൻ അവിടെ കിടന്ന് പിടയുക. ആ ആട്ടുകൊറ്റനെ യാഗം കഴിച്ച് തൻ്റെ മകനെ രക്ഷിച്ചു. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിൻ്റെ മകന് വേണ്ടി ഞാൻ യാഗമൃഗമായി മാറുകയും പകരം നിൻ്റെ മകനെ യാഗം കഴിക്കാതെ രക്ഷിക്കുകയും ഞാൻ ചെയ്തു. ഇതെല്ലാം അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ആ വലിയ വിശ്വാസം, സ്വന്തം മകനെ യാഗം കഴിക്കാൻ പോലും മനസ്സിൽ മടിയില്ലാത്ത ആ വിശ്വാസം കണ്ടിട്ടാണ് ഒരു ബഹുമാന പുരസ്കരമായി വിശ്വാസിയുടെ പിതാവ് എന്നൊരു നാമകരണം കൊടുക്കുവാൻ തന്നെ കാരണം അബ്രഹാമിൻ്റെ വിശ്വാസമായിരുന്നു. ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ തക്കവണ്ണം അബ്രഹാം മുതിർന്നതിന് കാരണം തന്നെ വരാനിരിക്കുന്നതായ മശിഹായെ സാധൂകരിക്കുന്നതായ ഒരു യാഗമാണ് താൻ ചെയ്യാൻ പോകുന്നത് എന്ന വിശ്വാസത്താലാണ്. പാസ്റ്റർ സിൽസ്മോൻ, കർത്താവായ യേശു ക്രിസ്തു ശിമയോൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മറിയ അവിടെ കർത്താവിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. എന്താണ് ആ ശുശ്രൂഷ? അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്? അത് വളരെ വിമർശിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. അതായത് മറിയ എന്ന് പറയുന്ന സ്ത്രീ ശിമിയോൻ്റെ വീട്ടിൽ കർത്താവ് ഇരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കാലിൽ നല്ല വിലപിടിപ്പുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ഒഴിച്ച് മുടികൾ കൊണ്ട് തുടച്ച് സ്വച്ഛജടമാംസാദി തൈലം ഉപയോഗിച്ച് അത് അപ്പോൾ പലരും അത് വിമർശിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയധികം തുക ചിലവാക്കുന്നത് എന്ന് ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഇതെൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി ഇവൾ മുൻപേ ചെയ്തിരിക്കുന്നു, ഈ സ്ത്രീ മുന്നമേ ചെയ്തിരിക്കുന്നു എന്ന് ക്രിസ്തു തന്നെ സാക്ഷീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് മറ്റുള്ളവർ അത് അധികം തുക ചിലവാക്കുന്ന എന്തിനാണ് എന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ മിശിഹായായി കാണുന്നവരെ അപ്രകാരം തന്നെ ക്രിസ്തു എന്ത് ചെയ്യുന്നു, ആദരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് ഏറ്റവും നല്ലത് കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചതിൻ്റെ ഒരു പ്രതീകമാണ്. അതെ, തീർച്ചയായും നാം അപ്രകാരം യേശു ക്രിസ്തുവിന് ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കണം എന്ന് ഇതിലൂടെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ, മറിയ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്തതായ വലിയ പ്രവൃത്തിയെക്കുറിച്ചാണ് നാം അവസാനമായി സംസാരിച്ചത്. കർത്താവ് മറിയയുടെ മനസ്സിലെ ആഗ്രഹവും അവളുടെ ചിന്തയുമൊക്കെയും ആരാഞ്ഞറിഞ്ഞു. ഒപ്പം അവിടെ കൂടി നിന്നവരുടെയും മനസ്സ് വായിക്കുവാനും അവരുടെ ചിന്താഗതികളെ വിലയിരുത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ പോലും ചിന്താഗതിക്ക് അനുസൃതമായി കർത്താവായ യേശു ക്രിസ്തു ആ പ്രസ്താവന നടത്തിയത്, ഇവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു എന്ന്. കാരണം കർത്താവിന് അറിയാമായിരുന്നു, ശവസംസ്കാരത്തിന് പോലും ഇവിടെ നിൽക്കുന്നതായ ആരും തന്നെ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയോ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയോ ചെയ്യുകയില്ല എന്ന് യേശു ക്രിസ്തുവിന് നന്നായി ആ സമയത്തും അറിയാമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ എത്രമാത്രം ആഴത്തിലാണ് അറിയുന്നത്? നമ്മെ എങ്ങനെയാണ് യേശു ക്രിസ്തു മനസ്സിലാക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മെ അറിയാം. മറിയയുടെ ഉദ്ദേശശുദ്ധി, മറിയ പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു വലിയ ത്യാഗം അവിടെ ചെയ്യാൻ സാധിച്ചത്. മറിയ യേശുവിൻ്റെ തലയിലും അല്ലെങ്കിൽ പാദത്തിലൊഴിച്ചു, രണ്ടിടത്ത് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ചെയ്തത്. സ്വച്ഛജടമാംസ തൈലം, അത് ഒരു സ്ത്രീയുടെ ഒരു വർഷത്തെ വേതനമാണ്. കാരണം അത്രയും ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ജീവിതത്തിൽ ഏറ്റവും നിക്ഷേപമായി കരുതിയിരുന്ന അത് യേശുവിന് മുമ്പിൽ പൊട്ടിക്കുകയാണ്. ഇനി അത് സൂക്ഷിച്ചു വെക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വെങ്കൽ ഭരണി പൊട്ടിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഇനി എനിക്ക് ഭരണിയും വേണ്ട, ഒന്നും വേണ്ട. കാരണം ആ ഭരണിയിലിരുന്ന ആ തൈലം ആണ് യേശുവിനെ ഒഴിച്ചെങ്കിൽ വീണ്ടും ആ ഭരണിയിൽ നിക്ഷേപിക്കാമായിരുന്നു. അപ്പോൾ ഇനി ജീവിതത്തിൻ്റെ എല്ലാമായി യേശുവിനെ കണ്ടപ്പോൾ അവളെല്ലാം യേശുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചു എന്നതിന് കാരണം, ഒന്ന്, തൻ്റെ പാപം ക്ഷമിച്ചു തന്നതിലുള്ള ആ നന്ദി പ്രകടനമാണ്. പാവനിയാർ തൻ്റെ പാപം ക്ഷമിച്ച ദൈവത്തോടുള്ള വലിയ നന്ദി. രണ്ട്, തൻ്റെ സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചു പോയിരുന്നു. ആ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതിൻ്റെ ഒരു നന്ദി സൂചകം. പലപ്പോഴും ചിലർ വളരെ സങ്കോചിത മനസ്സോടെ യേശുവിൻ്റെ ആ വലിയ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരാൾ യൂദാ പറഞ്ഞത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത്
കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ കാണുന്ന നശ്വരമായ ലോകത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അവളുടെ ചിന്ത. മുഴു ലോകത്തിനും വേണ്ടി യാഗമാകാൻ പോകുന്ന, മരിക്കാൻ പോകുന്ന യേശുവിൻ്റെ മരണ ശുശ്രൂഷയ്ക്ക് മുമ്പായി ചെയ്തതാണ് അതിനെ വിളിച്ചറിയുന്നത്. പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ യേശുവിൻ്റെ മരണ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒറ്റ ശിഷ്യന്മാർ പോലും ആ സമയത്ത് അവിടെ കണ്ടില്ല. എല്ലാവരും ഓടി ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ മറിയ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്തത്. കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, ലോകത്ത് എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത ഈ നല്ല കാര്യം പ്രശംസിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ മുഴുവനായിട്ട് അറിയുന്ന ദൈവമാണ്, പൂർണ്ണമായിട്ട് അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന് നമ്മുടെ ഉദ്ദേശശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി എല്ലാം ദൈവം കാണുന്നത് കൊണ്ട് നമ്മെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം എന്നാണ് ഈ കഥയിലൂടെ നാം പഠിക്കേണ്ട പാഠം. പീലാത്തോസ് വിധി കൽപ്പിക്കുകയുണ്ടായി, പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. പീലാത്തോസിൻ്റെ വിധിയുടെ പ്രത്യേകത എന്താണ്? പീലാത്തോസിൻ്റെ വിധി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിട്ടയക്കുക അല്ലെങ്കിൽ കൊല്ലുക, ബറവാസിനെ വിട്ടയക്കുക എന്ന മുറവിളി ജനം കൂട്ടിയപ്പോൾ പീലാത്തോസിനൊരു കാര്യം അറിയാമായിരുന്നു, ക്രിസ്തു നിരപരാധിയായിരുന്നു എന്നറിയാമായിരുന്നു. അപ്പോൾ പീലാത്തോസ് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൈ കഴുകിക്കൊണ്ട് ആ വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പീലാത്തോസ് തൻ്റെ മനസാക്ഷിയോട് തന്നെ പറയുകയാണ്, കുറ്റമില്ലാത്തതായ ഈ മനുഷ്യനെ കൊല്ലുവാൻ വിധിക്കുന്ന ഈ വിധി തെറ്റാണ് എന്നും, പക്ഷേ തനിക്കത് ചെയ്യാതിരിക്കുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് താനത് ചെയ്യുന്നു എന്നും തൻ്റെ സ്വന്തം മനസാക്ഷിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പീലാത്തോസ് ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ സ്വന്തം മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തുകയാണ് പീലാത്തോസ് ചെയ്യുന്നത്. പാസ്റ്റർ ബിനോയ്, ഈ കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് ഒരു ശതാധിപൻ വിളിച്ചു പറയുകയുണ്ടായി, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ ആകുന്നു. പീലാത്തോസിനും പാസ്റ്റർ സിൽസ് പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായി അറിയാമായിരുന്നു ഇവനിൽ കുറ്റം ഇല്ല എന്നുള്ളത്. മാത്രവുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനോട് പീലാത്തോസ് ചോദിക്കുകയും ചെയ്യുന്നു, നീ വാസ്തവമായി ദൈവപുത്രൻ ആകുന്നു എന്ന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പീലാത്തോസിൻ്റെ മനസ്സിലും, മാത്രവുമല്ല പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് നേരത്തെ കിട്ടിയതായ ദർശനത്തിൻ്റെ വെളിച്ചത്തിലും ഇവൻ കുറ്റം അറ്റവനാണ്, കുറ്റമില്ലാത്തവനാണെന്നെല്ലാം അറിയാം. എന്നാലും പ്രവചന നിവൃത്തിയാകേണ്ടതിന് ദൈവം പലരെയും ഉപയോഗിച്ചതായിട്ടാണ് നാം കാണുന്നത്. ഈ ഒരു ആരവം നടക്കുന്നതായ പശ്ചാത്തലത്തിൽ നിന്ന് നാം നോക്കുമ്പോൾ പൊതുജനത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് പീലാത്തോസിന് പോലും എതിർത്ത് ഒരു വിധി കൽപ്പിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വന്നത്. എങ്ങനെയാണ് ഈ പൊതുജനം അല്ലെങ്കിൽ ബഹുജനം സത്യത്തെ വളച്ച് ഒടിക്കുവാൻ തക്കവണ്ണം? 100% പീലാത്തോസിന് കർത്താവിനെ ശിക്ഷിക്ക് നിന്ന് രക്ഷപ്പെടാമായിരുന്നു. കാരണം മറ്റാരുടെയും വേണ്ട, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. കാരണം ഭാര്യയുടെ വാക്ക് അദ്ദേഹം കേൾക്കേണ്ടതാണ്. കാരണം എൻ്റെ ഭർത്താവ് ഒരു അബദ്ധത്തിൽ പോയി ചാടരുത്, ഒരു ശാപം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാൻ പാടില്ല. ഭാര്യ രാത്രിയിൽ കണ്ട ആ അസ്വസ്ഥതപ്പെട്ടു, ഒരു സ്വപ്നം കണ്ട് അസ്വസ്ഥപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഭർത്താവിന് സന്ദേശം കൊടുക്കുകയാണ്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇതെല്ലാം ആണ് നീതിമാനാണെന്ന് വളരെ വ്യക്തമായിട്ട് പീലാത്തോസിനറിയാം. കാരണം ഭാര്യയുടെ വാക്ക് മാത്രമല്ല, ജനങ്ങളിൽ പലരും യേശു നീതിമാനാണെന്ന് പറയുന്നതൊക്കെ പീലാത്തോസിനറിയാം. എന്നിട്ടും താനൊരു അധികാരപ്രേമിയ കൊതിയനായിരുന്നു, കസാര കൊതിയനായിരുന്നു. അധികാരം അദ്ദേഹത്തിന് ഭയങ്കരമായി തലയ്ക്ക് പിടിച്ചിരുന്നു. അപ്പം കൈസറിൻ്റെ സ്നേഹിതനല്ലാതെ വരും, ജനങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തും എന്നൊക്കെയുള്ള ചിന്തകൾ കാരണം ബഹുജനത്തിൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് അദ്ദേഹം നീങ്ങിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സത്യമാണെന്നറിയാം, യാഥാർത്ഥ്യമാണെന്നറിയാം, പക്ഷേ ആ യാഥാർത്ഥ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മടിക്കുന്നതിന് പ്രധാന കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ പദവിയോ അല്ലെങ്കിൽ അംഗീകാരം ഓർത്തിട്ട് സത്യം കാണാത്തവരെ പോലെ സത്യത്തെ വളച്ചൊടിച്ച് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞാൻ രക്ഷപ്പെട്ടു, എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊരു അർത്ഥത്തിൽ പല രീതിയിലൂടെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥമായി സത്യത്തെ പ്രസ്താവിക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും ഇത്രയും അവസരം കിട്ടിയ ഒരു വ്യക്തി ബൈബിളിൽ പീലാത്തോസ് യൂദായും മാത്രമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടുപേരും സത്യത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് നാശത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്തവരാണ്. കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ ദൈവപുത്രനാണ് എന്നും
മശിഹായാണ് എന്നും ഈ യഹൂദന്മാർ ഒരുപക്ഷെ യഹൂദന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം കൊണ്ടുവന്നതെന്നുമൊക്കെ ഈ പീലാത്തോസിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. എന്നിരുന്നാലും ബഹുജനത്തിൻ്റെ സമ്മർദ്ദം മൂലം കർത്താവ് യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ തക്കവണ്ണം വിധിക്കേണ്ടുന്നതായ ഒരു സാഹചര്യം വന്ന ഹതഭാഗ്യനാണ് പീലാത്തോസ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സിൽസ്മോൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ അവസാനമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാഠത്തിൻ്റെ ഒരു ഭാഗം പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. എന്താണ് ഈ കാണാതെ വിശ്വസിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കാണാതെ വിശ്വസിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയാനുള്ളതായ കാരണം? കർത്താവായ യേശു ക്രിസ്തു ഒന്ന് കാണാതെ വിശ്വസിക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്നത് പാസ്റ്റർ പറഞ്ഞതുപോലെ അവർ ഭാഗ്യവാന്മാർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാണാതെ വിശ്വാസത്തിൻ്റെ നിർവചനം തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ നിർവചനം തന്നെ, വിശ്വാസത്തിൻ്റെ നിർവചനം തന്നെ അങ്ങനെയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ എന്നുള്ളതാണ്. അപ്പം കണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് കണ്ടത് നമ്മൾ അംഗീകരിക്കുക എന്നത് മാത്രമാണ്. പക്ഷെ കാണാതെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തിൽ നമ്മളെന്താണ് ദൃഢതയോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വിശ്വാസം എപ്പോഴും കാണാതെ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ആ ദൃഢതയും ഉറപ്പുമുണ്ട്, ആ ആക്കം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പലപ്പോഴും കണ്ടിട്ടും വിശ്വസിക്കാത്തവർ അനേകം ഈ ലോകത്തിലുണ്ട്. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവരെ ദൈവം ഭാഗ്യവാന്മാർ എന്ന അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അപ്രകാരം പലപ്പോഴും നമുക്ക് ഈ പറയപ്പെടുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞാനിതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെ കാണാതെ വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള മനസ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. പാസ്റ്റർ ബിനോയ്, അബ്രഹാമിനെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു ഒരുപക്ഷെ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലായിരിക്കാം. കാരണം അബ്രഹാം യേശു ക്രിസ്തുവിനെ കാണുകയോ ഒരുപക്ഷെ പ്രവാചകന്മാർ പറഞ്ഞത് അധികമായി കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തതായ ഒരു വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദിവസത്തെക്കുറിച്ച് അബ്രഹാം മനസ്സിലാക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസിന് അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. തോമസിന് കണ്ട് വിശ്വസിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? തോമസ് ഒരു അവിശ്വാസി ആയിരുന്നു എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല, ഞാൻ വേദഭാഗമൊക്കെ വായിക്കുമ്പോഴും. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വസിക്കും, കാണാതെ വിശ്വസിക്കും. പക്ഷേ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വിശ്വസിക്കാൻ പ്രയാസമാണ്. തോമസിനെ സംബന്ധിച്ച് തോമസിന് പൊതുവെ ഒരു അവിശ്വാസിയായിരുന്നു. സംശയത്തിൻ്റെ പല ഉണ്ട്. കാരണം ലാസർ മരിച്ചു കിടക്കുന്ന വേളയിലേക്ക് യേശു ശിഷ്യന്മാരുമായിട്ട് പോവുകയാണ്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് തോമസ് പറയുന്നത്, അവനോട് കൂടെ നാമും മരിക്കാനാണ് പോകുന്നത്, പക്ഷെങ്കിൽ നമ്മളെയും അവർ കൊല്ലും. അപ്പം ആ ഒരു ചിന്തയാണ് ഈ തോമസിനുണ്ടായിരുന്നത്. തോമസ് പല മേഖലകളിലും തൻ്റെ അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ തോമസ് ഒരു അവിശ്വാസി ആയിരുന്നു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എല്ലാവർക്കും വിശ്വാസമുണ്ട്, നമ്മളിൽ പലർക്കും വിശ്വാസമുണ്ട്. പക്ഷെ വലിയ കാര്യങ്ങൾ അസാധ്യമായി, നമുക്ക് അസാധ്യമെന്ന് നമ്മൾ വില കൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സംഭവിക്കുവാൻ ഇപ്പോഴും നമുക്ക് പ്രയാസമുണ്ട്. ദൈവം അത് ചെയ്യുമോ? അത്രയും വലിയ കാര്യം ദൈവം ചെയ്യുമോ എന്നുള്ള അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള വൈമനസ്യം പലപ്പോഴും അവിശ്വാസമായി മാറുന്നുണ്ട്. പക്ഷേ തോമസ് യേശുവിനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. പക്ഷേ അപ്പോൾ തോമസിന് ലഭിച്ച പ്രതികരണം നമ്മളിതാണ് മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു പ്രസ്താവന, യേശുവിനെ ദൈവമായിട്ട് നടത്തിയ ഒരു പ്രസ്താവന തോമസിൻ്റെ പ്രസ്താവനയാണ്. തന്നെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം വന്നത്. യേശുവിൻ്റെ പുറത്ത് തൻ്റെ വിരലിട്ടപ്പോൾ ആ മുറിവിൻ്റെ ആഴം കണ്ടപ്പോൾ തോമസ് പറഞ്ഞത്, എൻ്റെ ദൈവവും എൻ്റെ രക്ഷിതാവുമായുള്ളവയെ. യേശുവിനെ ആദ്യമായിട്ട് ദൈവമായിട്ടും രക്ഷിതാവുമായിട്ടും ഏറ്റുപറഞ്ഞ വ്യക്തി തോമസ് മാത്രമാണ്. അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ വിശ്വസിക്കാൻ തക്കണം കാണുന്നുള്ള ക്രിസ്ത്യാനിയുടെ പക്വത. കണ്ടിട്ടും വിശ്വസിക്കുന്നവരുണ്ട്, കണ്ടിട്ടും വിശ്വസിക്കാത്തവരുമുണ്ട്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ കാണാതെ വിശ്വസിക്കാൻ ശീലിച്ചാൽ
അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആണ് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. കണ്ടിട്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം അല്പം കൂടെ കുറവാണ്. കണ്ടിട്ട് വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും അല്പം പോലും വിശ്വാസമില്ല എന്നതുമാണ്. സെൽസ്മോൻ, പാസ്റ്റർ ബിനോയ് പറഞ്ഞതുപോലെ നമുക്കിന്ന് കണ്ട് വിശ്വസിക്കാനുള്ളതായ ഒരുപാട് ഉപാധികൾ ഉണ്ട്. എന്നാൽ പുരാതന കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇല്ലായിരുന്നു. അവൻ്റെ വാഗ്ദത്തം ഇത്രമാത്രം ശക്തമായിരുന്നില്ല. അവനിൽ വിശ്വസിച്ചിരുന്നവരുടെ എണ്ണത്തിൽ ഇത്രമാത്രം ബാഹുല്യത ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇത് എത്രമാത്രം എളുപ്പമാണ് പുരാതന കാലത്തെ അപേക്ഷിച്ച്? പുരാതന കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് യേശു പറഞ്ഞതുപോലെ കാണാതെയല്ല, കണ്ടു വിശ്വസിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ക്രിസ്തു ജനിച്ചു വളർന്ന നാട്, ക്രിസ്തു ശുശ്രൂഷ ചെയ്ത നാട്, സ്ഥലം, ക്രിസ്തു ക്രൂശീകരണത്തിൽ മരിച്ച് അടക്കപ്പെട്ടതായ സ്ഥലം, ഇതൊക്കെയും കണ്ട് വിശ്വസിക്കാനുള്ള സാഹചര്യം ആധുനിക യുഗത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പ്രിവിലേജാണ്. പക്ഷെ പുരാതന കാലത്തുള്ളതായ മനുഷ്യർ ക്രിസ്തുവിനെ കാണാതെ പ്രത്യേകിച്ച് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന് ക്രിസ്തു എന്ന മിശിഹയെക്കുറിച്ച് അറിവുണ്ട്. പക്ഷേ എന്താണ്, ക്രിസ്തുവിൻ്റെ വരവിന് മുൻപുള്ളതായിരുന്നു അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാം എനിക്ക് മുൻപുണ്ട് അബ്രഹാമിന് മുൻപേ ഞാൻ ഉള്ളവനാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ ജനം അത് അംഗീകരിക്കുന്നുമില്ല. കാരണം എന്താണ്, അബ്രഹാം അതിന് ശേഷമുള്ളവനാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഇന്നുള്ളവനാണ് എന്നുള്ളതായ ആ സത്യം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു തത്വത്തിൽ ജനം നിൽക്കുന്നു. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം കാണാതെ വിശ്വസിച്ചതായ വ്യക്തിയാണ്. ഇന്ന് വിശ്വാസികൾ എന്ന പേരിന് നാം അന്വർത്ഥമാകണമെങ്കിൽ കാണാതെ വിശ്വസിക്കുന്നവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങൾ ഇപ്പോഴും ഒട്ടനവധിയായി നമുക്ക് മുൻപിൽ നിൽക്കുന്നു. പൂർവ്വകാലങ്ങളിൽ മനുഷ്യർ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഇന്ന് നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ പ്രേക്ഷകരും അത്തരത്തിൽ വിശ്വാസികളായി ജീവിക്കുവാൻ നാം വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചതായ പാഠത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങ് വേഗം വന്ന് ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തിൽ ചേർക്കും എന്നുള്ളതായ പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ബൈബിൾ പഠിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് വരും വരെയും വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഞങ്ങളോടൊപ്പമായിരുന്നതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.